എല്ലാവർക്കും നമസ്കാരം. 26-ാം തീയതി, അതായത് മറ്റന്നാൾ ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾക്കൊന്നും ഞങ്ങൾ ആരും തയ്യാറാകുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ഞങ്ങളുടെ ഇന്റർവ്യൂകളിലെല്ലാം പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് പലരും ഇതിനെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഷ്ട്രീയം ഈ സിനിമയിൽ പശ്ചാത്തലം മാത്രമാണ്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഫാമിലി ഡ്രാമയാണ്. അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ കഥയാണ്. നായകനും പ്രതിനായകനും തമ്മിലുള്ള ബന്ധം, പങ്കാളികൾക്കിടയിലുള്ള ബന്ധം, സുഹൃത്തുക്കൾക്കിടയിലെ ബന്ധം, രാഷ്ട്രീയത്തിലെ സഹപ്രവർത്തകർക്കിടയിലെ ബന്ധം, അതൊക്കെയാണ് ഈ സിനിമ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം അതിൻ്റെ പശ്ചാത്തലമാകുമ്പോൾ ചില അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ ഈ സിനിമ കടന്നു പോകും. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് തിയേറ്ററിലെത്തുമ്പോൾ സിനിമ പൂർണ്ണമായും പ്രേക്ഷകരുടേതാണ്. അവരാണ് ഈ സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. പൂർണ്ണമായും പ്രേക്ഷകർക്ക് ഞങ്ങൾ ഈ ചിത്രം വിടുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്ത രണ്ട് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിൻ പോളി, മറ്റൊന്ന് ശ്രീ ഹരിശ്രീ അശോകൻ. അദ്ദേഹം ഇതിനകത്ത് വളരെ വെറ്ററനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരുപിടി ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെയാണ്. അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. പിന്നീട് അതിനകത്ത് ഷറഫുദ്ദീനുണ്ട്, സായികുമാറുണ്ട്, മണിയമ്പിള്ള രാജശേഖരനുണ്ട്, വിഷ്ണു അഗസ്തിയുണ്ട്, വൈശാഖ് ചന്ദ്രനുണ്ട്, ഞാൻ പറഞ്ഞു സായിൻ്റെ പേര്, സവിത ആനന്ദുണ്ട്, ആനഗസ്റ്റുണ്ട്. ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ സിനിമ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നീതു കൃഷ്ണ, മറ്റൊന്ന് അനീന. RJ മജിദ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു. അതുപോലെ നിഷാന്ത് സാഗർ, ഞാൻ വിട്ടുപോയ പേരദ്ദേഹത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒട്ടനവധി മികച്ച കലാകാരന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒപ്പം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെയും വലിയ പ്രാഗൽഭ്യമുള്ളവരാണ്. ചന്ദ്രു ശെൽവരാജാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനോജാണ് എഡിറ്റർ. ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക്. ഷാജി നടുവിലും അജീം ചേർന്നാണ് കലാസംവിധാനം. സിജിയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡയറക്ടർ. റോണെക്സ് ആണ് ഇതിൻ്റെ മേക്കപ്പ്. സൗണ്ട് ഡിസൈൻ നമുക്ക് വിഷ്ണു സുജാതനുണ്ട്. സിദ്ധാർത്ഥ വിഷ്ണു സുജാതനും ചേർന്നിട്ടാണ് സൗണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക കലാകാരന്മാർ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ എനിക്ക് ഈ വൈകുന്നേരം പറയാനുള്ളൂ. അധികം ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളോട് രണ്ടു വാക്ക് നിവിനും ശ്രീ ഹരിശ്രീ അശോകനും സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് ശേഷം നമുക്കിത് വൈകിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മറ്റന്നാൾ പ്രതീക്ഷയായ ഇറങ്ങുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു ഡിസ്കഷനാണ് ആക്ച്വലി. 2020 തോന്നുന്നു. കൊറോണ എല്ലാം കഴിഞ്ഞിട്ടൊരു ലോക്ക്ഡൗൺ മാറിയ ഒരു സമയത്താണ് ആദ്യമായിട്ട് സാറിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പല കാരണങ്ങളാൽ അത് ആ സമയത്ത് നടന്നില്ല. അങ്ങനെ നീണ്ട് പോയി. സാറും വേറെ തിരക്കിലായിരുന്നു, ഞാനും വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും എന്നാൽ ഇത് ചെയ്താലൊന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ബേസിക്കലി ഇതിനകത്ത് ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു കാര്യമാണ്. വളരെ അത് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സിനിമയിൽ എപ്പോഴും റിലേഷൻഷിപ്സ് എപ്പോഴും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നന്നായിട്ട് വരിക. എനിക്കിതിനകത്ത് പല റിലേഷൻഷിപ്സിനും നല്ല ഡെപ്ത് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നായകൻ വില്ലൻ റിലേഷൻ ആണെങ്കിലും അച്ഛൻ മകനാണെങ്കിലും ചേട്ടനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് അങ്ങനെ റിലേഷൻഷിപ്സ് നമ്മൾ ഓരോന്നിടത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉള്ള പോലെ
ചെയ്തൊരു കഥയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്താണ് ഓരോ സീനും. നല്ല ക്വാളിറ്റിയിൽ എടുക്കണം സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ എല്ലാ സീനും നല്ല സമയമെടുത്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല സാറും ഗോവലൻ സാറും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്താ പറയുക, എല്ലാം സിനിമയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു കാര്യവും ഒന്നുമില്ല. അപ്പോൾ സിനിമ പ്രേക്ഷകർക്കും നിങ്ങൾക്കും കണക്ട് ആവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കണക്ട് ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. കാരണം സിനിമകൾ നല്ലത് വരട്ടെ, നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു സമയമാണല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണിയേട്ടനോട് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു 40 വർഷം കഴിഞ്ഞു സിനിമയിൽ. 350 സിനിമ അടുത്തായി. പക്ഷെ ഒരുപാട് രാഷ്ട്രീയക്കാരൻ്റെ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം കിട്ടിയിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു വേഷം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പിന്നെ സിനിമ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പറയുന്നു എന്ന് മാത്രം, ഫാമിലിയാണ് ശരിക്കും സിനിമ. രാഷ്ട്രീയം അതിൻ്റെ അകത്ത് പറയുന്നു, അതിലൂടെ കടന്നു പോകുന്ന ഫാമിലി സബ്ജക്റ്റാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ക്യാമറ ഗംഭീര ഒരു ക്യാമറമാനാണ്. പിന്നെ മേക്കിംഗ് ഞാൻ കുറേ പറഞ്ഞില്ല, ഇത്രയും സിനിമകൾ അഭിനയിച്ചെങ്കിലും ഞാൻ ഇതുപോലെ ഒരു ഡയറക്ഷനിൽ ഞാൻ കൊണ്ടുവന്നിരുന്നോണ്ട് പറയുന്നതല്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കാരണം കുറേ ഡയലോഗുകൾ, ഞാനത് പറയാനുള്ള കുറേ ഡയലോഗുകൾ ഞാൻ ബൈഹാർട്ട് പഠിച്ച് വെച്ച് അതിങ്ങനെയായിരിക്കും എടുക്കുന്നത്. ഇത്രയും സിനിമകൾ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാനിങ്ങനെ മനസ്സിലത് പഠിച്ചു വെച്ചു. പക്ഷെ ഉണ്ണിയേട്ടനത് എടുത്ത് വേറൊരു പാറ്റേണിലാണ്. അപ്പം അങ്ങനെ ഞാനത് പഠിച്ചു വെച്ചിട്ട് വിഷമം കൊണ്ടല്ല ഞാൻ പറയണത്. അതല്ലാതെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റി. ഭയങ്കരമായിട്ട് അഭിനയിക്കാനും പറ്റി. ഭയങ്കരമായിട്ടും തന്നെ എൻ്റെ കഴിവനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ഷോട്ട്, സിനിമയിലെ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചു, ശരിയായോ? പറഞ്ഞു ഓക്കെ. അങ്ങനെ അത് ആ ക്യാരക്ടറിലേക്ക് കയറാൻ ഒരു ദിവസം എടുക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് എന്താണ് കുറേയും കൂടി സപ്പോർട്ടോടുകൂടി എല്ലാവരും സപ്പോർട്ട്. ഇപ്പോൾ നിവിനും ഒക്കെ ചെയ്തേക്കുന്നത് ഞാനിപ്പോൾ എഴുതി കൊണ്ട് പറയുന്നതല്ല, നിവിൻ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ. കാരണം അത്ര ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ, ഷറഫുദ്ദീൻ, മേനോൻ സാറിൻ്റെ പ്രത്യേക നമ്മളിതുവരെ കണ്ടിട്ടുള്ള മേനോൻ സാറില്ല, സായികുമാർ, ഷറഫുദ്ദീൻ എല്ലാവരും. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഇതിൻ്റെയൊക്കെ അഭിപ്രായം കൊണ്ട് പ്രേക്ഷകരാണ് അത്. പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളുടെ സപ്പോർട്ടും നന്നായിട്ടുണ്ടായാൽ ഏത് സിനിമയും വിജയിക്കും. ഇതിൻ്റെയും വിജയം ഇതിൻ്റെ പിന്നിൽ നിങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് എടുക്കാം. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചോദിച്ചോളൂ. മൈക്ക് വേണോ? ശരിക്കും പറയാൻ വല്ലാത്തൊരു കോയിൻസിഡൻസ് പോലെ ഫീൽ ചെയ്ത് ഇവിടെ സ്ട്രൈറ്റ്. കാരണം കറക്റ്റ് കേരളം മുഴുവൻ ഇലക്ഷന്റെ ചൂടിൽ നിൽക്കുന്നു. അപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യം ഇലക്ഷന് ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു ചിത്രം വരുന്നു, അത് പൊളിറ്റിക്കൽ റിലേറ്റഡ്. വല്ലാത്തൊരു കോയിൻസിഡൻസ് ഫീൽ ചെയ്യുന്നു. കോയിൻസിഡൻസ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം വെയിറ്റ് ചെയ്ത് 2019 തുടങ്ങിയതാണ് ഞങ്ങൾ ഈ ശ്രമം. അത് അദ്ദേഹം പറഞ്ഞല്ലോ, ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ ആരംഭ ചർച്ച, പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇത് ഷാരിസ് മുഹമ്മദ്, നമ്മളുടെ ജനഗണമനയൊക്കെ എഴുതിയ ഷാരിസ് മുഹമ്മദ് എൻ്റെ അടുത്ത് 2019 ഒരു കഥ നരേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ, സീൻ റഫ് ഓർഡർ. പക്ഷെ അതിനകത്ത് ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഷാരിസിനോട് പറഞ്ഞു, ഷാരിസ്, ഈ മൊമെന്റ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എഴുതിയാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അപ്പം ഷാരിസിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും
ബെറ്റർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. എനിക്ക് 2019 തന്നെ നിവിനുമായിട്ട് ഞങ്ങൾ ചർച്ച തുടങ്ങിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയാണ്, അത് സംഭവിക്കേണ്ട ഒരു സമയമുണ്ട്. ഈ സിനിമ അപ്രതീക്ഷിതമായിട്ട് നിവിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിവിനും ഞാനും കൂടി എടുത്തൊരു തീരുമാനം, 100 ദിവസം ഷൂട്ട് ചെയ്തു, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ വിഷു സ്കൂൾ അടയ്ക്കുന്ന പീരീഡാണ്. അപ്പോൾ തന്നെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകസ്മികത അതിനകത്തുണ്ട്, കോയിൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നത്. അതുപോലെ ഇപ്പൊ അന്ന് ട്രെയിലർ ലോഞ്ചിന്റെ സാർ പറയാറുണ്ട്, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, എന്തുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട് എന്നൊരു ഇതിനൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് എന്ത് സംഗതി വന്നാലും അത് എഴുതി സംവിധാനം ചെയ്ത ഒരാൾ, അതിന്റെ പ്രൊഡക്ഷനിൽ കൂടി ഭാഗമായ ഒരാൾ എന്ന നിലയിൽ ആ സിനിമയുടെ ഉത്തരവാദിത്വം ഞാൻ തന്നെയല്ലേ ഓൺ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരു പിന്നെ എന്താണ്, എന്തു വന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്ര വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമ ഇത്രയും വിഷമം പിടിച്ചൊരു സാഹചര്യത്തിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം OTT ബിസിനസിന്റെ കാര്യം അറിയാം, നമ്മുടെ ഗൾഫിൽ നടക്കുന്ന ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ കുറിച്ചറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും വലിയൊരു സിനിമയായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു റിസ്ക് ഉണ്ട്. അത് ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ പണ്ട് നോക്കിക്കഴിഞ്ഞാൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് ഇത്ര വന്നതോടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. അപ്പൊ കലയിലൂടെ ഈ രാഷ്ട്രീയം പറയേണ്ട ആവശ്യം ഇപ്പൊ നിലവിലില്ല എന്ന് കരുതുന്നു. പോസ്റ്റ്മാന്റെ പണി ചെയ്യേണ്ട കാര്യമില്ല, ഒരു മെസ്സേജ് എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പ്രത്യേക വൈകാരിക മുഹൂർത്തമുണ്ട്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലാണ് ഹുക്ഡായത്. ഞാൻ എൻ്റെ കഥ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയോ അതിന്റെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. മറ്റൊരു കൺസേൺസും അതിനകത്തുണ്ടായിരുന്നു. നിവിൻ ചേട്ടൻ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ബ്രേക്ക് ഇല്ലാതെ ഷൂട്ടിന് പോവാമെന്ന് പറഞ്ഞപ്പം സാറ് അത് സമ്മതിച്ചത്, ലൈക്ക് ബ്രേക്ക് വേണം, പ്രായമുള്ള ആളുകളുണ്ട്, അല്ല അവർക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അത് ഭയങ്കര ഒരു കണക്ട് ചെയ്ത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നി ആ ഒരു സംഭവം. അപ്പം കാരണം എല്ലാവരിലും സാറ് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, 6000 ആളുകളോട് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം ഹാർഡായിരുന്നു വർക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു മഹത്വമായിട്ടൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. അത് അങ്ങനെ വേണം സിനിമ. ഞാൻ 18 വർഷമായിട്ട് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വളരെ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ രോഗങ്ങളുള്ളവരുണ്ട്, വൈഷമ്യങ്ങളുള്ളവരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സിനിമയ്ക്ക് ഒരു സമയവ്യവസ്ഥയുണ്ട്. ആ സമയവ്യവസ്ഥ പാലിക്കപ്പെടണം. അത് ഏത് സെറ്റിലായാലും പാലിക്കപ്പെടണം. എൻ്റെ സെറ്റിൽ അത് ഞാൻ പാലിക്കുന്നു, ബാക്കിയുള്ള സെറ്റിലുകളിൽ ബാക്കിയുള്ളവർ ഇത് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്രൗഡൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. ഏതാണ്ട് 100 ദിവസം കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വലിയ വലിപ്പമുള്ളൊരു സിനിമയാണ്. അതിൻ്റെതായിട്ടുള്ള വൈഷമ്യങ്ങളും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ആനന്ദമുണ്ട് ഈ സിനിമയ്ക്ക്. ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സ്വഭാവം ഏറെക്കുറെ നമുക്ക് ട്രെയിലറിലൂടെ തന്നെ വ്യക്തമാണ്. ഇപ്പൊ കെ കരുണാകരനുള്ള നേതാവ് അനുഭവിച്ച യാതനകളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ദിവസം പോലും പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലാണെന്ന് പറയുന്ന കരിങ്കാലിയാക്കപ്പെട്ട അങ്ങനെ ഒരുപാട് ദുരവസ്ഥകളിലൂടെ കടന്നുപോയൊരു കെ കരുണാകരൻ നേതാവ് കൂടിയുണ്ട്. അങ്ങനത്തെ കെ കരുണാകരൻ അനുഭവിച്ച മനോവ്യാപാരങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കഥാപാത്ര നിർമ്മിതിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ ലീഡർ കെ കരുണാകരനോട് ഒരിക്കൽ പത്രക്കാരൻ ചോദിച്ചു, അന്ന് ഇത്രയും നാളായല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അങ്ങ് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി നേരെ തിരിഞ്ഞു നോക്കി. നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഈ ഭിത്തിക്കകത്ത് ഇങ്ങനെ ഒരു പടമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു കെ കരുണാകരനുണ്ട്, ഭയങ്കര ടങ് ഇൻ ചീക്കായിട്ട് സംസാരിക്കണം. അത്തരം ചില ട്രെയിറ്റ്സ് ഈ കഥാപാത്രത്തിലുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ എനിക്ക് മാത്രമല്ല, എനിക്ക് മുമ്പ് വന്ന വലിയ തിരക്കഥാകൃത്തുണ്ട്, രഞ്ജി പണിക്കരായാലും ദാമോദരൻ മാഷായാലും ഒക്കെ. അപ്പൊ നമുക്കിത് സമൂഹത്തിൽ നിന്നും നമ്മൾ കാണുന്ന ആളുകളിൽ നിന്നുമാണ് നമ്മൾ ഇതിന്റെ എലിമെന്റ്സ് സ്വീകരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരല്ലാതെ അതിനകത്ത് ഒരുപാട് ഫിക്ഷൻ. ഇപ്പൊ നമുക്ക് നിങ്ങൾ എപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു മകനുമാണ്. ഈ സിനിമയിൽ 2 ആൺകുട്ടികളാണ്.
പക്ഷെ ഇങ്ങനത്തെ കഥകളുടെ നന്മയുടെ സത്തുണ്ടല്ലോ. ഇപ്പൊ കെ കരുണാകരൻ വികസനത്തിനോടൊപ്പം ചേർന്ന് നിന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞ അദ്ദേഹത്തിനോട് കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞ നന്മ വശം, അതൊക്കെ ശരിക്കും സിനിമാറ്റിക്കലി കൂടി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നന്മയുടെ ആർക്ക് കൊടുക്കാവുന്ന ഏരിയ അല്ലേ എന്നാശു? അത് നമുക്ക് നോക്കാം, സിനിമ കാണാം, ഒരു ദിവസം കൂടി ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബേസിക്കലി ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്, ഒരു ഫാദർ സൺ ഇമോഷണൽ സ്റ്റോറി. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും പറയുന്നില്ല. രാഷ്ട്രീയം ഇതിനൊരു പശ്ചാത്തലമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സിനിമയായിട്ടുള്ളൊരു അതേപോലെ ഒരു പടമൊന്നുമല്ല, ഇതൊരു ചെറിയ ഇമോഷണൽ സിനിമ എന്ന് ചിന്തിച്ചാൽ മതി. അച്ഛനും മകൻ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഇമോഷണൽ സിനിമ. ഉണ്ണികൃഷ്ണൻ സാർ, ചേട്ടൻ പറയും പലപ്പോഴും എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ എന്നുള്ള ഡയലോഗൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കമ്പാരിസണുകളെ പറ്റി അവെയർ ആണോ? അങ്ങനെ ട്രേറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ട് ലാലേട്ടനെ പോലെ. ആ ഒരു ഏരിയയെ പറ്റി ബോധവാനാണോ? അല്ല, അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണല്ലോ. കാരണം പുള്ളി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്, അതേപോലെ വേറൊരാളില്ല. ഞാൻ ബേസിക്കലി ആക്ടിങ് വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്ന ആളാണ്. അത് ഞാൻ തുടക്കമേ മുതൽ അങ്ങനെ ശീലിച്ചാണ്. ഞാൻ അങ്ങനെ പഠിച്ച ആളൊന്നുമല്ല ആക്ടിങ് എന്താണെന്നുള്ളത്. ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരെനിക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പോയ ഒരാളാണ്. അപ്പം ഞാൻ ആ കാഷ്വൽ രീതിയിലാണ് ഇതിനെ എടുക്കാറ്. അല്ലെങ്കിൽ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു, അതിന് മുമ്പ് ഭയങ്കര പ്രിപ്പറേഷനോ അല്ലെങ്കിൽ തലേ ദിവസം ഡയലോഗ് പഠിക്കലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. നേരെ സെറ്റ് പോകുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, എന്താണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ അവിടെ ഡയറക്ടറിന് എന്തെങ്കിലും ബോധമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയും, ഇവന് ഇതിങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ടുകൾ മാറ്റി ചെയ്യുമെന്ന് പറയും. അങ്ങനെ കുറച്ച് ദിവസം ഒരു ഡയറക്ടറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്നും ഡയറക്ടർ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്നും എനിക്ക് മനസ്സിലാവും. എനിക്ക് അത് രണ്ടും തമ്മിലൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. പിന്നെ ആ ലൈനിലൂടെ പോകാന്നുള്ളതാണ്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് അത്ര ടെൻഷൻ എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത്. ഇതിനു മുമ്പേ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഒരു സിനിമ സഖാവ് വന്നിട്ടുണ്ട്, പടവിട്ട് വന്നിട്ടുണ്ട്. സഖാവില് 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് രണ്ടും ഭയങ്കരമായ ഗ്രാഫിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ്. പടവിട്ടിലും വളരെ സീരിയസ് ടോണിലുള്ള ഒരു ക്യാരക്ടർ. ഇതിനു വേണ്ടി അല്ലെങ്കിൽ അതിന് എന്തോരം വ്യത്യസ്തമാണ് പ്രതിച്ഛായ എന്നുള്ളത് ഒരു കാര്യം. 2 അതിനുവേണ്ടി ഒരു പേഴ്സണൽ എഫേർട്ട് എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ? ആ 2 സിനിമയായിട്ട് ഇതിനൊരു കമ്പാരിസൺ ഇല്ല. സഖാവ് ഒരു വേറെ കഥ പറയുന്നൊരു സിനിമയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അതിൻ്റെ കഥയാണെങ്കിലും അതിൻ്റെ സിറ്റുവേഷൻസ് ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പടവട്ട് ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ ഇനിയും താല്പര്യമുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് ലച്ചു. അതേപോലെ ഒരു പടമല്ല അത്, ഇതൊരു ഡിഫറെൻറ്റ് ഫിലിമാണ്. എൻജോയ് ചെയ്തു. അത് എന്തായാലും എല്ലാ സിനിമയും എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യാറ്. അത് ഇതിന് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? അതന്നെയാണ്. നിവിൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പൊളിറ്റിക്കലായിട്ട് ചേട്ടനൊരു ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പറയുന്നത് കേട്ടു. കാരണം ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അത്തരത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോ അജിത് ചേട്ടൻ കുറച്ചും കൂടി ആ ഒരു സാഹചര്യത്തെ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു. അതായത് പൊളിറ്റിക്കൽ പാർട്ടികളോട് താല്പര്യമില്ല എന്നാണ് നിവിൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉള്ള യുവനടന്മാരിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് നിവിൻ ചേട്ടനാണ്. ഇപ്പൊ സഖാവായാലും പടവട്ടായാലും ഇപ്പൊ പ്രതിച്ഛായ. അപ്പോ പൊളിറ്റിക്കലായിട്ടൊരു അവയർനെസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ കൈകളിലെ കളിപ്പാവകൾ പോലെ ആവില്ലേ? അവർക്ക് പല കാര്യങ്ങളും നമ്മളിലൂടെ പറയാൻ പറ്റില്ലേ? അപ്പൊ ഒരു അവയർനെസ് മസ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു കളിപ്പാവയാവാൻ പറ്റില്ലല്ലോ. നമ്മൾ വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ബേസിക്കലി എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ സിനിമ, അതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ് ഉള്ളത്. ഒരു പാർട്ടിയോട് താല്പര്യക്കുറവോ അങ്ങനെയൊന്നുമില്ല. പല പാർട്ടിയിൽ പല കൂട്ടുകാരും
പലരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ റെസ്പെക്റ്റോടെ കാണുന്നു. പക്ഷെ ഞാൻ അതിലങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ സിനിമ അല്ലെങ്കിൽ ചെയ്തു പോവുക, ഫാമിലി, അങ്ങനത്തെ ഒരു ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതൊന്നും അറിയില്ല എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹിച്ച ഒരു കോമൺ സെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര പോയിന്റ് ഔട്ട് ചെയ്തൊരു സിനിമയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ ടൈറ്റിൽ പ്രതിച്ഛായ വളരെ മികച്ചൊരു ടൈറ്റിലാണ്. അതിന് അഭിനന്ദനങ്ങൾ. സാധാരണഗതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രതിച്ഛായ ഭീതി ഏറ്റവും കൂടുതലുള്ളത് സിനിമാക്കാർക്കും പൊളിറ്റീഷ്യൻസിനുമാണ്. ഈ രണ്ട് പേരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിച്ഛായ ഭീതി ഉള്ളത്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണോ ഇങ്ങനൊരു ടൈറ്റിൽ ഇട്ടത്? ഈ ടൈറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ലെ, നമ്മുടെ ട്രെയിലറിലുണ്ടല്ലോ ഇപ്പൊ രാഷ്ട്രീയത്തിലുള്ള വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ട്രെയിലറിൽ ഒരു വാചകം പറയുന്നുണ്ട്. അപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളെ കുറിച്ചിട്ടാണ് ഈ സിനിമ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് PR-ലും സൈബർ സ്പേസിലും ഒക്കെ ഇത്രയും കോടികൾ ഇപ്പോഴത്തെ ഇലക്ഷൻ സ്പെൻഡ് ചെയ്യുന്നത്, പണ്ടത്തെ വ്യത്യസ്തമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് കോൺസ്ട്രക്ട് ആവശ്യമുണ്ട്. നിർമ്മിക്കപ്പെടുന്ന പ്രതിച്ഛായ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണദോഷങ്ങളെ കുറിച്ച് കൂടിയാണ് ഈ സിനിമ. എന്ന് വെച്ചാൽ അതൊരു ടോൾ ക്ലെയിം ഒന്നുമല്ല. അത് തീർച്ചയായിട്ടും ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊന്ന് തൊട്ടുപോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഇനി മറ്റന്നാൾ കണ്ട് വിലയിരുത്തിയാൽ മതി. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊപ്പഗണ്ട ആരോപണങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രൊപ്പഗണ്ട ആരോപണങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു ആരോപണം വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എന്ത് ഒരു പ്രതിരോധമില്ല. അല്ല, ഇപ്പോ സ്വാഭാവികമായിട്ടും ഇതിന് ഒരു ഇടതുപക്ഷ ചായ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാത്ര പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ തന്നെ നമ്മുടെ പ്രതിരോധം. ഹരിതലക്ഷ്മൺ സാർ, ഇപ്പൊ ഈ കൂട്ടത്തില് കുറച്ചും കൂടി എക്സ്പീരിയൻസ് സിനിമയിലുള്ളത് സാറിനാണ്. സാർ വന്നിട്ട് ഇപ്പൊ ഒരു എങ്ങനെ വന്നാലും 25 വർഷത്തിലധികം, 40 വർഷമായിട്ട് പറഞ്ഞു ഞാൻ 40 വർഷം. സോറി സാർ. സോറി പറയേണ്ട കാര്യമൊന്നും വർഷം അഭിനയിച്ചതാണെന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സാർ, പണ്ടുള്ള നടന്മാർ, ഇപ്പൊ തിലകൻ സാർ ആയിക്കോട്ടെ, ശങ്കരാടി സാർ ആയിക്കോട്ടെ, മുരളി സാർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇവരുടെ രാഷ്ട്രീയം പ്രകടമാക്കി തന്നെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ മുരളി സാറും തിലകൻ സാറും അതുപോലെ ശങ്കരാടി സാറും ഒക്കെ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരിലും അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുള്ള ആളാണ് ഞാൻ എന്ന് പറയാൻ പലർക്കും ഭയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റൊരു പാർട്ടി എനിക്കെതിരാവോ, മറ്റൊരു അണികൾ എനിക്കെതിരാവോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോ സാറിന് അങ്ങനത്തെ ഒരു ഭയമുണ്ടോ? സാറിന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്താൻ ഒരു ഭയമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, അല്ല ആദ്യം തന്നെ പറയട്ടെ, 10 ചോദ്യങ്ങളാണ് ഞാൻ എല്ലാം പറയാൻ പറ്റും. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാം. എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പലരും. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നവരാണ്. പോരെ 5 രണ്ടാമത് പറ. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് വളരെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോ ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ വരുന്നത് മറ്റുള്ളവൻ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ നിന്നാണോ, അതോ ഇന്നത്തെ കാലഘട്ടം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. രാഷ്ട്രീയമായിട്ടല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ നോക്കണം എനിക്ക്. മനസ്സിലായ? അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ നോക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് രാഷ്ട്രീയമുണ്ട്, അല്ലാതുള്ള മേഖലയിലുള്ള പരിപാടികൾ ചെയ്യുന്ന പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാൻ ആർക്കുണ്ടെന്ന് സന്തോഷത്തോടെ ആർക്കാണെങ്കിലും കൊടുക്കുന്ന ആൾ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സഹായിക്കുക എന്നുള്ളൊരു മനസ്സ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചാണ്. അത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു സമയം നമുക്കില്ല. കാരണം ജീവിച്ചത് അങ്ങനെയാണ്. എന്നാലും നമുക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ ഉള്ളിനുള്ളിൽ രാഷ്ട്രീയം അറിയാം. പത്രങ്ങൾ വായിക്കുമ്പോഴും ന്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് രാഷ്ട്രീയം അറിയാം. പക്ഷെ അതിനുള്ള ഒരു സമയം നമുക്കിതിന് മാറ്റി വെക്കാനായിട്ടില്ല. ഒരു സെക്കൻഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സമയം കിട്ടിയാൽ ആ സമയം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുന്നവരാണ് ഞാൻ.
ഇപ്പൊ ഈ ഇതിനകത്ത് പറയുന്നത് കഥയിനെക്കാളും ഈ മേക്കിംഗിൽ ആക്ടേഴ്സിനെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ പറയുന്നത്. അതായത് ലാലേട്ടന്റെ ഏറ്റവും നല്ല ലുക്കുകൾ ഉള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ സാറിന്റെ സിനിമകളുണ്ട്, നാടനാണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും എന്താ ആക്ടേഴ്സിനെ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ശരിക്കും എങ്ങനെ വരുന്നത്? തെറ്റാണോ? അല്ല, ഇതിലും കിട്ടിയാണ് അങ്ങനെയില്ല. ഇപ്പൊ നിവിൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം അയാൾ ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു അറ്റയർ ഉണ്ട്. അതിനെനിക്കൊരു സങ്കല്പമുണ്ട് അതിനെക്കുറിച്ച്. അശോകന്റെ കഥാപാത്രത്തെ കുറിച്ചും എനിക്കൊരു സങ്കല്പം. അപ്പൊ അത് ഞാൻ എൻ്റെ ടീമുമായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ കോസ്റ്റ്യൂം നോക്കുന്ന ആളായിട്ടും DOP ആയിട്ടും ആർട്ട് ഡയറക്ടറുമായിട്ടും ഷെയർ ചെയ്യും. എന്നിട്ട് അതിന് മൊത്തം ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി അവരുടെ ലുക്കൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വൃത്തി വന്നു പോകും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് ഇത്രയധികം നമ്മൾ അങ്ങനെ വേണം എന്നുള്ളത്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യുമ്പോൾ മോഹൻലാൽ സാറിനെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷനിൽ ഒരു വൈറ്റ് ലിനൻ ഡ്രസ്സാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. പോകെ അത് അദ്ദേഹം ആ കഥാപാത്രം ഭയങ്കര ലേറ്റ് ബാക്ക് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, അലസനായിട്ടുള്ള കഥാപാത്രം. പോകെ ഹാഷ് കളേഴ്സിലേക്ക് അത് കയറി എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ്. ഈ സിനിമയിൽ അതിനൊരു റിവേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലെ രണ്ടാം പിണറായി സർക്കാരിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് നമ്മൾ എഴുത്തു തുടങ്ങിയത്. രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് പടം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബയസ് ഉണ്ടാവുമ്പോൾ സ്വയം അങ്ങനെ സഹയാത്രികനായിട്ട് നിൽക്കുക, ഒരു പൊളിറ്റിക്കൽ പ്രതലുള്ള സിനിമ എഴുതുകയും ചെയ്യുക. അപ്പൊ എങ്ങനെയാ അതിനെ സ്വന്തം രാഷ്ട്രീയ ദർശനങ്ങളൊന്നും വരാതെ ലിമിറ്റ് ചെയ്യാൻ പറ്റും? ഈ രാഷ്ട്രീയ ദർശനം വരാതെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ഇല്യൂഷനാണ്. അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയ ദർശനമൊക്കെ നമ്മളെ ഇതിനകത്തൊക്കെ കടന്നു പോകും. രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നവരെടുക്കുന്ന സിനിമയിൽ ഒരു രാഷ്ട്രീയമുണ്ട്. പിണറായി പ്രിയ ഉണ്ടാവും. പിന്നെ അതിനകത്തുള്ള പ്രശ്നം ഈ പിണറായി പ്രിയം പ്രതിച്ഛായലുണ്ടാവും. അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നതിനെ പിണറായി വിജയനുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാരുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ എൻ്റെ വിദ്യാർത്ഥി കാലം മുതലേ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചു, ചിന്തിച്ചു, അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. എൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള എൻ്റെ ജേണി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിന് നിങ്ങളൊരു മുഖ്യധാര പാർട്ടിയായിട്ടോ ഒരു ബിംബവുമായിട്ടോ ഒന്നും അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ അശോകൻ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നതിൽ പ്രത്യേകിച്ച് ഒരു സംഘടനാ പ്രവർത്തകർ നിലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടായാലും VD സതീശനായിട്ടായാലും രമേശ് ചെന്നിത്തലയായിട്ടായാലും ഗോവിന്ദ മാസ്റ്റർ ആയാലും BJPയിലെ ഇപ്പോൾ നമ്മളുടെ പടം തുടങ്ങുന്ന ദിവസം കൃഷ്ണദാസ് അവിടെ വന്നിരുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ നിങ്ങളുടെ ആ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ ഇതിന് സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയായിട്ട് കാണുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എഴുതി, നല്ല കാര്യമല്ലേ അത്? അപ്പൊ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്ദി. പറയാൻ അങ്ങനത്തെ കേൾക്കുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ക്രൈസിനോട് ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണുന്ന എപ്പോഴെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു സിനിമ ഒരു നടൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രം പറയുമ്പോൾ പ്രേക്ഷകന് കിട്ടുന്ന ഫീലുണ്ട്. പ്രതിച്ഛായയിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ കേരളത്തെ പൊളിറ്റിക്കൽ സിനാരിയോ പ്രസന്റബിൾ ചെയ്യുന്നത് ട്രൂ ഇൻസിഡൻസ് ബേസ് ചെയ്ത ഒരു കഥ തന്നെയായിരിക്കും പ്രതിച്ഛായ. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു അത്ര മൊമെന്റ് ഉണ്ടോ അങ്ങനത്തെ കഥയാണോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയും. ഞാൻ പറയുന്നത് ശരിയല്ല. കൂടി ഇതിനെ സമീപിക്കണം. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പ്രതിച്ഛായ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് പറഞ്ഞിരുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, അവർക്കൊരു കുടുംബം ഉണ്ട്. അപ്പൊ അവര് പബ്ലിക് റെലിമില് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് അവരുടെ ഫാമിലി കൂടി ഫേസ് ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആരോപണ വിധേയനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പങ്കാളിയെ നമ്മൾ കാണണം, നമ്മുടെ മക്കളെ കാണണം, കൊച്ചുമക്കളെ കാണണം, സുഹൃത്തുക്കളെ കാണണം. അതിന് വേറൊരു മൊമെന്റും വേറൊരു കോൺഫ്ലിക്റ്റും ഇല്ലേ? അത് നമ്മളാരും അറിയുന്നില്ലല്ലോ. അത്തരം ഒരു സ്പേസിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വീടിന്റെ അകത്തളത്തിലേക്കാണ് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ക്ഷണം സ്വീകരിച്ച് എത്തിയതിന് നന്ദി. പ്രതിച്ഛായ കാണുക. ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.